ഹലോ ഹായ് ഡിയർ ഫ്രണ്ട്സ്. അങ്ങനെ നമ്മുടെ കൊച്ചി വീട്ടിലാണ് ഞാനിപ്പോൾ. നിങ്ങൾക്ക് ഈ അടുക്കള വലിയ ഇഷ്ടമല്ലേ? എനിക്കും ഇഷ്ടമാണ്, ഭയങ്കര കംഫർട്ടബിളാണ് ഇവിടെ ജോലി ചെയ്യാനായിട്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടാണ് കൊച്ചിയിൽ വരുന്നത്, ഇടയ്ക്കിടയ്ക്കാണല്ലോ വരാറ്. പക്ഷേ ഈ ഒരു വരവിൽ എനിക്കൊരു കാര്യം കൂടി ഉണ്ട്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലൊരു വിസിറ്റിന് പോകുന്നുണ്ട്. ഈ വിസിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ കൈയും വീശിയല്ലല്ലോ പോകുന്നത്, എന്തെങ്കിലും കാര്യങ്ങൾ വാങ്ങിയിട്ട് പോകും. അപ്പോൾ ഉണ്ടാക്കിക്കൊണ്ട് പോയാൽ കൂടുതൽ സന്തോഷം. അവർക്ക് വലിയ ഇഷ്ടമാണ്, എൻ്റെ ഫ്രണ്ടിന് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ ഉണ്ടാക്കുന്ന അടപ്രഥമൻ. അപ്പോൾ ഒരു അടപ്രഥമൻ ആയിട്ട് പോയിട്ട് സർപ്രൈസ് ചെയ്യാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ അടപ്രഥമനൊക്കെ രാവിലെ ഉണ്ടാക്കിയിട്ട് പോകാമെന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ ഭയങ്കര പാടല്ലേ, ഇച്ചിരി സമയം എടുക്കും. കാര്യം തേങ്ങ ചിരകി അങ്ങനെയൊക്കെ ഒരുപാട് ജോലിയില്ലേ, തേങ്ങാപ്പാലൊക്കെ എടുത്ത് അതൊരു വലിയ നീണ്ട പ്രോസസ്സാണ്. ഏതാണ്ട് ഒരു 20 മിനിറ്റ് അതിന് തന്നെ വേണം. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഞാൻ എളുപ്പത്തിൽ ഒരു സിമ്പിൾ റെസിപ്പിയാണ് ഞാൻ ചെയ്യുന്നത്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം. ഈ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻ്റ് ആണ്, ദാറ്റ് ഈസ് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ. പെട്ടെന്ന് നമുക്ക് തേങ്ങാപ്പാൽ ഉണ്ടാക്കാം. അപ്പോൾ അത് വെച്ചിട്ട് ഇത് എൻറ്റയർലി ഡിഫറെൻ്റ് ഒരു ടൈപ്പ് ഓഫ് റെസിപ്പിയാണ്. സാധാരണ നമ്മളിങ്ങനെ ശർക്കരയിലിട്ട് ഇങ്ങനെ വരട്ടി അതൊന്നും വേണ്ട, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന അടപ്രഥമൻ ഉണ്ടാക്കാൻ പോകണു. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് ഓരോന്നോരോന്നായിട്ട് കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് അട വേവിച്ചെടുക്കാം. അപ്പോൾ കുറച്ചേറെ വെള്ളം എടുത്തിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിക്കണം. അപ്പോൾ അടുപ്പ് കത്തിച്ച് കൊടുക്കാം. വെള്ളം നന്നായിട്ട് തിളക്കട്ടെ. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ അട ഇടുന്നത്. അപ്പോൾ ഒരു 250 grams ഓഫ് അട, ഇൻസ്റ്റൻറ്റ് അട. 200 250 ആണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ വെള്ളം നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നു. ഇനി ഇതിനകത്തേക്ക് അട. ഇത് നന്നായിട്ട് വേകട്ടെ, കാര്യം മധുരമൊക്കെ ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അട വേകില്ല. അപ്പോൾ ഇത് വെന്ത് കഴിഞ്ഞിട്ട് 2 പ്രോസസ്സാണ്. വെന്ത് കഴിഞ്ഞിട്ട് നമ്മളിതൊന്ന് ഈ ചൂടുവെള്ളത്തിൽ നിന്നും മാറ്റി തണുത്ത വെള്ളത്തിലേക്ക് ഒന്നുകൂടി ഒന്ന് വാഷ് ചെയ്തിട്ട് വീണ്ടും സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടാണ് ഉരുളിയിലേക്ക് ഇടുന്നത്. എന്നിട്ടാണ് ബാക്കി പ്രോസസ്സിങ് നടക്കാൻ പോകുന്നത്. പെട്ടെന്നാകും, പെട്ടെന്ന്. അട വെന്തിട്ടുണ്ടോ? ഇച്ചിരി കൂടെ വേകാനുണ്ട്. അട നന്നായി വേകണം, എന്നാൽ മാത്രമേ ശർക്കര എല്ലാം ചേർന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ പിന്നെ വേകില്ല. അതാണ്. അങ്ങനെ അട വെന്ത് കഴിഞ്ഞു. ഇനി എന്താ വേണ്ടതെന്ന് വെച്ചാൽ അട ഈ ചൂടുവെള്ളത്തിൽ നിന്നും, തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിൽ നിന്നും തണുത്ത വെള്ളത്തിലേക്ക് മാറ്റാം. അപ്പോൾ അതായത് ശരിക്കും വേവിച്ച അട ഒന്നുകൂടി പച്ചവെള്ളം ഒഴിച്ചിട്ടൊന്ന് കഴുകണം, എന്നിട്ട് വീണ്ടും സ്ട്രെയിൻ ചെയ്യണം. അപ്പോൾ ഇത് കുറച്ച് എളുപ്പമാണ്. നമുക്ക് വെള്ളം എടുത്ത് വയ്ക്കുക, കോരിയിടുക. അപ്പോൾ കംപ്ലീറ്റ് അടയും ഇതിൽ നിന്നും മാറ്റി കഴിഞ്ഞു ഓൾമോസ്റ്റ്. ഇനി ഈ പച്ചവെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് വാഷ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ ഒട്ടും തന്നെ പശ ഉണ്ടാകാണ്ടിരിക്കാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഈ പച്ചവെള്ളത്തിൽ നിന്നും സ്ട്രെയിൻ ചെയ്ത് മാറ്റണം, അത്രേ ഉള്ളൂ. അപ്പോൾ നല്ല ഒട്ടും പശ ഉണ്ടാവില്ല, നല്ല തമ്മിൽ ഒട്ടാണ്ട് നല്ല രീതിയിൽ തന്നെ കിട്ടും, കുഴഞ്ഞു പോകില്ല. ഇനി പച്ചവെള്ളത്തിൽ നിന്നും അത് ഊറ്റി മാറ്റും. എളുപ്പമാണ്, കണ്ടില്ലേ? ഈസി ആയിട്ട് നമുക്കിങ്ങനെ സ്ട്രെയിൻ ചെയ്യാൻ പറ്റും. അങ്ങനെ ഈസി അടപ്രഥമൻ്റെ അട റെഡി. ഇതൊരു സൈഡിലിരിക്കട്ടെ. അട വേവിച്ച് വെച്ചു. ഇനി അടുത്തത് ഉരുളി അടുപ്പിലേക്ക് വയ്ക്കും. ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നത് ഏറ്റവും എളുപ്പമുള്ള കാര്യമാണ് ചെയ്യാൻ പോണത്. 20 മിനിറ്റ് കൊണ്ട് എടുക്കുന്ന തേങ്ങാപ്പാൽ 2 മിനിറ്റ് കൊണ്ട് നമ്മൾ തയ്യാറാക്കുന്നു. അതിനായിട്ട് മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ 100 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ 100 ഗ്രാമിൻ്റെ മാഗി കോക്കനട്ട് മിൽക്ക് പൗഡറാണ് എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു അളവിന് 6 കപ്പ് വെള്ളം, ചെറു ചൂടുവെള്ളം, ലൂക്ക് വാം വാട്ടർ. അപ്പോൾ അത് ഞാൻ അളന്ന് വെച്ചിട്ടുണ്ട്. അത് ഈ ബൗളിലേക്ക് ഒഴിച്ചിട്ട് കലക്കാം. ഇതിൻ്റെ ഒരു പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത്, ഒരു കൺസിസ്റ്റൻസി നമുക്ക് എപ്പോഴും കിട്ടും എന്നുള്ളതാണ്. ഇപ്പോൾ സാധാരണ നമുക്ക് തേങ്ങാപ്പാലിൽ സാധാരണ തേങ്ങ ചരുകിയൊക്കെ ഉണ്ടാക്കുന്ന തേങ്ങാപ്പാലെന്ന് പറഞ്ഞാൽ തേങ്ങയുടെ ക്വാളിറ്റി അനുസരിച്ചിട്ടാണ് അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിയും ഒക്കെ ഉണ്ടാവുന്നത്. അത് എത്രത്തോളം കൊഴുപ്പ് കിട്ടും, അല്ലെങ്കിൽ ആ തിൻ ആൻഡ് തിക്ക് ആൻഡ് ടേസ്റ്റ് എല്ലാം വ്യത്യാസമാണ്. എപ്പോഴും നമുക്ക് ഒരുപോലത്തെ തേങ്ങ കിട്ടണം എന്നില്ലല്ലോ. പക്ഷേ ഇതാകുമ്പോൾ കൺസിസ്റ്റൻസിയും ക്വാളിറ്റിയും എപ്പോഴും നമുക്ക് മെയിൻറ്റെയിൻഡ് ആണ്. ഇത്ര വെള്ളത്തിന് ഇത്ര സ്പൂണ് അല്ലെങ്കിൽ ഇത്ര ഗ്രാം കോക്കനട്ട് മിൽക്ക് പൗഡർ ചേർക്കാമെന്ന് പറയുമ്പോൾ ആ ഒരു കറക്റ്റ് പ്രൊപ്പോർഷനിൽ ചേർത്താൽ ഈ ഒരു മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ കൊണ്ട് ഉണ്ടാക്കുന്ന തേങ്ങാപ്പാൽ പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ അളവിങ്ങനെ എടുത്തെടുത്ത് പറയുന്നത്. ഓക്കെ, കറക്റ്റ് 6 ഗ്ലാസ് വെള്ളം, 240 ml 6 കപ്പ് എന്ന് തന്നെ പറയാം. ഇനി പൊടിയും കൂടി ചേർക്കാം, മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ. ഇത് ഇളക്കാനും വളരെ സിമ്പിൾ. അവിടെ ഇങ്ങനെ ആക്കുമ്പോൾ തന്നെ അത് വെള്ളത്തിൽ ഇങ്ങനെ അലിഞ്ഞ് ചേരും, വിത്തൗട്ട് ലംസ്. ഒരു കട്ടയും പിടിക്കില്ല, ഈസിയാണ്. 2 മിനിറ്റ് കൊണ്ട് തേങ്ങാപ്പാൽ റെഡി. ഇനി നമ്മുടെ പായസത്തിൻ്റെ ബാക്കി പ്രോസസ്സിലേക്ക് പോകാം.
അപ്പോൾ ഈ പായസത്തിന് ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. കാര്യം ഇത് രണ്ടാം പാലിൻ്റെ ആ ഒരു കൺസിസ്റ്റൻസിയാണ് കിട്ടിയിരിക്കുന്നത്. നമുക്കിനി ഒരു ഒന്നാം പാലൊന്നും ആവശ്യമില്ല. ബാക്കി കാര്യങ്ങളെല്ലാം ചേർന്ന് വരുമ്പോൾ പെർഫെക്റ്റ് ആയിരിക്കും. ഇനി നിങ്ങൾക്ക് അതിനെക്കാട്ടിലും കട്ടിക്ക് വേണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ അളവ് കുറയ്ക്കുക. അത് ഓരോന്നിനും 1 കപ്പ് വെള്ളത്തിൽ 3 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നല്ല കറക്റ്റ് പാകത്തിനുള്ള തേങ്ങാപ്പാൽ കിട്ടും. ഇത് നമുക്ക് ഇത്രയും വേണം, 6 കപ്പ്. അതുകൊണ്ടാണ് നമ്മൾ 100 grams ഓഫ് മാഗി കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ചിരിക്കുന്നത്. തേങ്ങാപ്പാൽ റെഡി. ഇനി എന്താ വേണ്ടത്? ഇനി ശർക്കര ചീകി വെച്ചിട്ടുണ്ട്. പൊടിച്ച് വെക്കാം അല്ലെങ്കിൽ ചീകി വെക്കാം. ഇതൊരു 150 grams ഓഫ് ശർക്കരയാണ്. കപ്പളവ് പറയുകയാണെങ്കിൽ ഏതാണ്ട് ഒരു കപ്പ് മുതൽ 1.5 കപ്പ് വരെ ആകാം, ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചിട്ട്. കാര്യം ഇതിനകത്ത് നമ്മളിനി മിൽക്ക് മെയ്ഡും കൂടി ചേർക്കും, അതും കൂടി മനസ്സിൽ കാണുക. ഇതിപ്പോൾ 1 കപ്പ് ശർക്കര ചീകിയത് 150 grams എടുത്തിട്ടുണ്ട്. അതിനി ഈ തേങ്ങാപ്പാലിലേക്കാണ് യോജിപ്പിക്കുന്നത്. അങ്ങനെ ശർക്കര കംപ്ലീറ്റ് ചേർത്ത് കഴിഞ്ഞു. ഇനി ഒരു കാര്യം കൂടി ഉണ്ട്, ഞാൻ പറഞ്ഞല്ലോ, കണ്ടൻസ് മിൽക്ക് അഥവാ മിൽക്ക് മെയ്ഡ് 1 ടിന്ന് ഉപയോഗിക്കാൻ പോകുന്നു. അതൊന്ന് പൊട്ടിച്ചെടുക്കാം. ഇതേപോലെ തന്നെ ഈ തേങ്ങാപ്പാലിലാണത് ചേർക്കുന്നത്. ഓക്കേ, ഒരു ഫുൾ ടിൻ. ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോൾ എന്ത് സ്വാദായിരിക്കും ഊഹിക്കാമല്ലോ അല്ലേ. കണ്ടൻസ് മിൽക്ക് എനിക്കല്ലാതെ തന്നെ വലിയ ഇഷ്ടമാണ്, മിൽക്ക് മെയ്ഡ്. അപ്പോൾ 3 കാര്യങ്ങൾ നമ്മൾ പാത്രത്തിലേക്ക് ചേർത്ത് കഴിഞ്ഞു. ഇനി ഒരു ഇളക്കൽ വേണ്ടേ? എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിക്കും. ശർക്കര, തേങ്ങാപ്പാൽ ആൻഡ് മിൽക്ക് മെയ്ഡ്. ഞാനിപ്പോൾ ഒരു വിസ്ക് വെച്ചിട്ടാണ്, നല്ല ബലമുള്ളൊരു വിസ്ക് വെച്ചിട്ടാണ് ഇളക്കുന്നത്. തടിത്തവി കൊണ്ട് ചെയ്താലും മതി, എളുപ്പമാണ്. ശരിക്കും പറഞ്ഞാൽ ഇത് എൻറ്റയർലി ഒരു ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് അടപ്രഥമൻ മേക്കിംഗ് അല്ലേ, നിങ്ങൾക്ക് തോന്നുന്നില്ലേ? കാരണം എന്താ വെച്ചാൽ സാധാരണ എന്താ ചെയ്യുന്നത്, നമ്മൾ അട ഉണ്ടാക്കിയിട്ട് ശർക്കര പാകം വെച്ച് അത് ഒഴിച്ചിട്ട് ഇങ്ങനെ വരട്ടി ഇതിലൊരു വരട്ടലും വേണ്ട. ശർക്കര ഇപ്പോൾ തേങ്ങാപ്പാലിൽ മിക്സ് ചെയ്തു. ഇനി അടുപ്പ് കത്തിക്കുന്നു. സ്ട്രെയിറ്റ് അവേ അടയും ഈ പാലും ഈ മിശ്രിതം, ശർക്കര, തേങ്ങാപ്പാൽ ആൻഡ് മിൽക്ക് മെയ്ഡ്, ആ മിശ്രിതം ഒഴിക്കുന്നു, അട ചേർക്കുന്നു, വീണ്ടും ഒന്ന് തിളപ്പിക്കുന്നു. സംഭവം തീർന്നു. ഇത്രേ ഉള്ളൂ. അങ്ങനെ ഈസി അടപ്രഥമൻ റെഡിയാകും. കുറച്ച് ശർക്കര ഇങ്ങനെ അലിയാണ്ട് കിടക്കുന്ന പീസസ് ഒന്നും കാര്യമാക്കണ്ട. അത് ഇപ്പോൾ ചൂടാകുമ്പോൾ എല്ലാം ഒന്നിച്ച് അലിഞ്ഞ് കിട്ടും. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച അടയും കൂടി ചേർക്കുകയാണേ. വേവിച്ച പച്ചവെള്ളം ഒഴിച്ച് കഴുകി ഊറ്റിയെടുത്ത് അട. ഇത് 250 ഗ്രാം അടയാണ് അളവ്, കറക്റ്റ് മെഷർമെൻറ്റാണ്. ഇനി ഒരു നല്ല തിള വരണം, ബോയിൽ ചെയ്യണം. അത് കഴിഞ്ഞാൽ തീ അല്പം കുറച്ചിട്ട് സിമ്മിൽ ഒരു 10 മിനിറ്റ് ഇട്ടേക്കുക, അത്രേ ഉള്ളൂ. പിന്നെ ഫിനിഷിങ് അറിയാമല്ലോ, ഏലക്കാപ്പൊടി ഇടുന്നു, പിന്നെ അണ്ടിപ്പരിപ്പ്, കിസ്മിസ് ഉണ്ടെങ്കിൽ അങ്ങനെ, അല്ലെങ്കിൽ അണ്ടിപ്പരിപ്പ് മാത്രമാണെങ്കിലും മതി. നെയ്യിൽ വറുത്തിട്ട് ആ നെയ്യോടുകൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ തിള വന്ന് തുടങ്ങിയപ്പോൾ തന്നെ തീ നന്നായിട്ട് ഞാൻ കുറച്ചിട്ടുണ്ട്. അപ്പോൾ ചെറിയ തീയിൽ വേണം. പിന്നെ ഒരു 10 മിനിറ്റ്, 7 to 10 minutes സിമ്മർ ചെയ്യുക ചെറുതായിട്ട്. അപ്പോൾ ഇങ്ങനെ, പിന്നെ ഈ അട പ്രഥമൻ ഇങ്ങനെ ആയി കഴിയുമ്പോൾ നമുക്ക് തോന്നും ഇച്ചിരി ലൂസാണെന്ന് തോന്നും, പക്ഷേ ഇരിക്കുമ്പോൾ അത് കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. അതെപ്പോഴും അങ്ങനെയാണല്ലോ, നമ്മൾ അട ഉണ്ടാക്കി വയ്ക്കുമ്പോൾ പിന്നീട് ഇരുന്നൊരു കുറുകലുണ്ട്, അത് മനസ്സിൽ കണ്ടിട്ടാണ് ഇത്രയും തേങ്ങാപ്പാൽ ഒഴിക്കുന്നത്. ഇനി കുറച്ച് ഏലക്കാപ്പൊടി ഇടാം, ചതച്ചിട്ട്. ഏലക്കാപ്പൊടി റെഡി. ഫ്രഷ്ലി ഗ്രൗണ്ട് കാർഡമം പൗഡർ ഇടാം. ഒരു 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്കാപ്പൊടിയും ചേർത്തു. ഇനി ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ എളുപ്പത്തിൽ അടപ്രഥമൻ റെഡി. ഇത് ഈസി റെസിപ്പി, മാഗിയുടെ കോക്കനട്ട് മിൽക്ക് പൗഡർ ഉപയോഗിച്ചിട്ട്. അപ്പോൾ അതിലെ ഫസ്റ്റ് വണ്ണാണിത്. ഇതിപ്പോൾ ഫെസ്റ്റിവൽ സീസണിൽ നിങ്ങൾക്കൊക്കെ ഉപയോഗിക്കാമല്ലോ ഇതുപോലെ ഉണ്ടാക്കിയിട്ട്. അപ്പോൾ ഈ ഒരു കൺവെൻഷണൽ സ്റ്റൈൽ അല്ലാതെ കുറച്ച് വ്യത്യാസമായിട്ട് സ്വാദോടുകൂടി ഉണ്ടാക്കാൻ പറ്റിയ അടപ്രഥമൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്നത്. ഇനി എന്താ ചെയ്യേണ്ടത്, ഒരു കാര്യം കൂടി ഉണ്ട്, അണ്ടിപ്പരിപ്പ് വറുത്തിടുന്നു നെയ്യിൽ. ഓക്കെ, ഇനി നെയ്യിൽ വറുത്തിടാൻ പോവാണ് അണ്ടിപ്പരിപ്പ്. പാത്രം ചൂടായി കഴിഞ്ഞു. നെയ്യും അണ്ടിപ്പരിപ്പും ഒക്കെ നമ്മുടെ ഇഷ്ടത്തിന് എത്ര വേണമെങ്കിലും ചേർക്കാമല്ലോ. ഒരു 2 ടേബിൾ സ്പൂൺ, 1.5-2 ടേബിൾ സ്പൂണൊക്കെ ഒഴിക്കാം. ഇനി അണ്ടിപ്പരിപ്പ്, ഈ നെയ്യോടുകൂടി പായസത്തിന് മുകളിലേക്ക് ഒഴിക്കും. ഇനി ഒന്ന് ഇളക്കി കൊടുക്കാം പായസം, എന്നിട്ട് ബൗളിലേക്ക് മാറ്റാം. നല്ല മണം, നല്ല എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല, അത്രയ്ക്ക് മണം കൊണ്ട് തന്നെ എൻ്റെ രുചി അറിയാൻ പറ്റും.
ഓക്കെ, പാത്രത്തിലേക്ക് മാറ്റും. അങ്ങനെ ഈസി അടപ്രഥമൻ റെഡി. പിന്നെ ഇത് ഇച്ചിരി ഒന്ന് കുറുകും. പിന്നെ ഇച്ചിരി കൂടെ തിക്നെസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു അരക്കപ്പോളം ചൗരി വേവിച്ചത് അരക്കപ്പ് അതും കൂടി വേണമെങ്കിലും ചേർക്കാം. ഇത് തിളയ്ക്കുന്ന സമയത്ത് ഇട്ട് കൊടുത്താൽ മതി. നിർബന്ധമില്ല, ചിലർക്ക് ചൗരി ചേർക്കുന്നത് ഇഷ്ടമാണ്, ചിലർക്ക് ഇഷ്ടമല്ല. എനിക്ക് വലിയ ഇഷ്ടമല്ല ചൗരി ചേർക്കുന്നത്, അതുകൊണ്ട് ഞാൻ ചേർക്കുന്നില്ല എന്നേ ഉള്ളൂ. കിട്ടുന്നൊരു കുറുകൽ മതി എന്നാണ് എൻ്റെ ഒരു ഇഷ്ടം. ഓക്കെ, കുറച്ച് അണ്ടിപ്പരിപ്പ് വറുത്തത് ഞാൻ മാറ്റി വെച്ചിരുന്നത് മുകളിൽ ടോപ്പ് ചെയ്യുന്നു. എക്സ്ട്രാ ഇനി ഒരു ടേസ്റ്റിംഗ്. ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യാണ് ടേസ്റ്റ് ചെയ്യാനായിട്ട്. പിന്നെ ഒരു കാര്യം ഞാൻ നേരത്തെ പറയാം, ഇത് ശരിക്കും ഒരുപാട് മധുരം ഇഷ്ടമില്ലാത്തവർക്ക് പറ്റിയ പായസമാണ്. എനിക്കിത് ഇച്ചിരി കൂടെ മധുരത്തിൽ ചെയ്യുന്നതായിരിക്കും കൂടുതൽ ഇഷ്ടം. പക്ഷേ ഇതൊരു മോഡറേറ്റ് മധുരമാണ് ഇതിൻ്റെ ലെവൽ. കഴിക്കട്ടെ. ടേസ്റ്റ് യമ്മി. അത്യാവശ്യം മധുരമുണ്ട്. ഇതിലും കൂടുതൽ വേണമെങ്കിൽ ഒരു വലിയ ഉണ്ട ശർക്കര എന്ന് പറയാം ഞാൻ ഉപയോഗിച്ചത്. വേണമെങ്കിൽ നിങ്ങൾക്ക് 1.5 ഉണ്ട ശർക്കര വേണമെങ്കിലും ഉപയോഗിക്കാം, അല്ലെങ്കിൽ 2 വരെ പോകാം ടു സ്വീറ്റ് ആണെങ്കിൽ. അല്ലെങ്കിൽ ഇത് ധാരാളം മതി. മിൽക്ക് മെയ്ഡും ചേർക്കുന്നുണ്ടല്ലോ ഒരു ടിൻ. എന്താ ടേസ്റ്റ് അറിയാം, രക്ഷയില്ല, അടിപൊളി. അപ്പോൾ ഇങ്ങനെ അടപ്രഥമൻ ഉണ്ടാക്കി നോക്കൂ. ഫോർ എ ചേഞ്ച് നിങ്ങൾക്ക് ഇഷ്ടമാവും. പെട്ടെന്ന് ചെയ്തുണ്ടാക്കിയിട്ട് പോകാം. ഇനിയിപ്പോൾ ഞാനിതെല്ലാം പാക്ക് ചെയ്തിട്ട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ അവിടെ പോകുമ്പോൾ അവർക്ക് ഗിഫ്റ്റായിട്ട് കുറച്ചൊരു സർപ്രൈസ് ഗിഫ്റ്റ് പോലെ കൊണ്ടു കൊടുക്കാൻ പോവാണ്. ഓക്കെ, അപ്പോൾ സന്തോഷം. ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക്സ് തരാൻ മറക്കണ്ട. അപ്പോൾ താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ്. അപ്പോൾ കമൻറ്റ് ബോക്സിലേക്ക് വരിക, ഞാൻ നോക്കിയിരിക്കുന്നുണ്ടാവും. ലവ് യു.